സിനിമാ മേഖലയിലെ ദുരനുഭവം പങ്കുവെച്ച് കൂടുതൽ പേർ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഒരാമുഖമായി തന്നെ ഞാൻ പറയാം, അല്പകാലം മുൻപ്, കുറച്ചു നാൾ മുമ്പ് പടവെട്ട് എന്ന സിനിമയിലെ സംവിധായകനായ ലിജു കൃഷ്ണയ്ക്കെതിരെ കുറ്റമുണ്ടായിരുന്നു, ബലാത്സംഗ കുറ്റമുണ്ടായിരുന്നു. 2022 അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിലെ അതിജീവിതയുടെ വാക്കുകളൊക്കെ അത്രത്തോളം വേദനയോടുകൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും കേട്ടത്. ആ അതിജീവിത നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. അവർക്ക് ഈ നിമിഷവും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. മാഡം കേൾക്കാമോ? ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ട്? ട്രീറ്റ്മെന്റിലാണ് ഇപ്പോഴും. ട്രീറ്റ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഹോസ്പിറ്റല്, ആശുപത്രി. പിന്നെ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. എൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ പില്ലേഴ്സ് ആയിട്ട് കുറച്ച് മനുഷ്യര്, കുറച്ച് എൻ്റെ മനുഷ്യർ എനിക്കൊപ്പം ഉണ്ട്. അതൊരു പ്രിവിലേജ് തന്നെയാണെന്ന് പറയാം. അതൊരു പ്രിവിലേജ് ആണ്. അത് എന്റെ പ്രിവിലേജ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കൊപ്പം ഉള്ളവരും അത് പറയുന്നില്ല. പക്ഷെ ഈ സമൂഹത്തില് ഇനിയും പുറത്തു വരാത്ത എൻ്റെ സ്ത്രീകളെ, എൻ്റെ പെൺകുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോ ഞാൻ വലിയൊരു ഓപ്പറേഷനിൽ നിന്നും വലിയ ക്രൂരതകൾ നേരിട്ടിട്ട് പുറത്ത് വന്ന് കാലങ്ങൾ എടുത്ത് ഇപ്പോഴും ട്രീറ്റ്മെന്റ് എടുത്ത് ഇപ്പോഴും ഒരു ബെഡിലെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. റെസ്റ്റിനപ്പുറത്തേക്കിന് പുറത്തേക്ക് പോകാൻ നമ്മളിപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 26-ാമത്തെ വയസ്സിലാണ് എനിക്കിത് സംഭവിക്കുന്നത്. 26-ാമത്തെ വയസ്സിൽ എന്റെ പഠനം കഴിഞ്ഞിരുന്നു, ഞാൻ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഇന്നെനിക്ക് 30 വയസ്സ് തികയാൻ പോവാണ്, കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എനിക്ക് എന്റെ ഓർമ്മയില് എന്താ പറയാ, ഭയങ്കര ഭീകരമാണ്. അത് ഓർക്കാൻ കുറച്ച് ഈ ഭയങ്കര ഭീകരമായിട്ടുള്ള കുറച്ചോ അതിന് എന്താണ് വിളിക്കേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. ആ ട്രോമ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള എന്റെ ആ ട്രോമ സെൽഫിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെയാണ് തെറാപ്പി കുറച്ചുകൂടെ വേറൊരു സ്റ്റേജിലേക്ക് എത്തുകയും എന്റെ ഡോക്ടേഴ്സും തെറാപ്പിസ്റ്റുകളും ഒക്കെ ശക്തരായ സ്ത്രീകളാണെന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അവരുടെ സപ്പോർട്ട്, വർഷങ്ങളായിട്ടുള്ള എൻ്റെ സുഹൃത്തും എൻ്റെ എല്ലാമായിട്ടുള്ള വ്യക്തി എനിക്കൊപ്പം ഉണ്ടായിരുന്നു നിഴലായിട്ട്. ആ വ്യക്തി എന്റെ കേസിലും എന്റെ ട്രീറ്റ്മെന്റിലും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ എല്ലാവരും, ഫാമിലിയും എല്ലാവരും കൂടെ ചേർന്ന് റിലേഷൻഷിപ്പ് ലീഗലൈസ് ചെയ്തു. എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, ഒരു പെൺകുട്ടി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിനെ വിവാഹം ചെയ്യുന്നത് പോലും ഒരു ട്രോമയിൽ ഇരുന്നോണ്ടാണ്. അതൊരു പക്ഷേ ആ വ്യക്തിയുമായിട്ടുള്ള എന്റെ റിലേഷൻഷിപ്പ് ലീഗലൈസ് ചെയ്യപ്പെടാനും ഇത്രയും കാലം ആ വ്യക്തി എന്റെ കൂടെ ഒപ്പം ഇരിക്കാൻ കാരണം പോലും ആ വ്യക്തി, അയാളെന്ന് പറയുന്ന പുരുഷൻ അത്രയും പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ്. എന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ, മറ്റൊരു സർവൈവർ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇത് സംഭവിക്കില്ല. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ തന്നെ ഇവിടുത്തെ സ്ത്രീകളെ, വിവാഹശേഷം അല്ലെങ്കിൽ ഒരു രോഗം വന്നാൽ തന്നെ ഇവിടുത്തെ സ്ത്രീകളെ ഇവിടുത്തെ പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ ഉപേക്ഷിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് വെച്ച് നോക്കുമ്പോ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. സ്റ്റിൽ എന്റെ പാർട്ട്ണർ, എന്റെ ഫാമിലി, എന്റെ ഡോക്ടേഴ്സ്, ഇവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോവുക, തിരിച്ചു വരിക. ഹോസ്പിറ്റലിലായിരുന്നു മാസങ്ങളോളം. ചില സമയം നടക്കാൻ പറ്റത്തില്ല, നടക്കണമെങ്കിൽ സപ്പോർട്ട് വേണം, ടോയ്ലറ്റിൽ പോകണമെങ്കിൽ സപ്പോർട്ട് വേണം. ബട്ട് സ്റ്റിൽ നോക്കൂ, ഞാൻ ഇതൊന്നും എനിക്ക് ആരുടെയും സിമ്പതിയുടെ ആവശ്യമില്ല. ഒരു സർവൈവേഴ്സിന് ഇവിടെ ആരുടെയും സിമ്പതിയുടെ ആവശ്യമില്ല. ഇവിടെ എമ്പതി ഉണ്ടാവത്തതും ഇല്ല, അതും വേറെ കാര്യം. നമ്മളെ തെറാപ്പിയിൽ പഠിപ്പിക്കുന്നത് തന്നെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ സെൽഫ് സിമ്പതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എനിക്കിങ്ങനെ ആയല്ലോ, എന്തുകൊണ്ട്, ആ ഒരു കാര്യം പോലും വേണ്ട, അതുപോലും നമുക്ക് ബ്രേക്ക് ചെയ്യാമെന്നാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെയും സിമ്പതിയുടെ ആവശ്യമില്ല. എനിക്ക് കമ്പാഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്റെ ക്ലോസ് സർക്കിളിലുള്ള എന്റേതെന്ന് പറയുന്ന മനുഷ്യർ എനിക്ക് കമ്പാഷൻ തരുന്നുണ്ട്. ദാറ്റ്സ് ഇനഫ്.
ഞാൻ വന്നത് എന്റെ കഥ സ്ട്രോങ് ആയിട്ട് താങ്കൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ആ ഒരു ആശ്വാസം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. കാരണം ഒരുപാട് പേർ താങ്കളോടൊപ്പമുണ്ട്. ധൈര്യമായിട്ട് മുന്നിലേക്ക് പോകുക എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ കുറെ കാലത്തിന് ശേഷം പ്രേക്ഷകരോട് കൂടി സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് പഴയ കാലത്തിലേക്ക് ആ ഒരു രീതിയിൽ എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ച് താങ്കളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. എന്നാലും അറിവിലേക്ക് ഞാനൊന്ന് പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടി പറയുകയാണ്. പടവെട്ട് എന്ന് പറയുന്ന സിനിമയുടെ ആ സമയത്ത് അതിലെ സംവിധായകനായിരുന്നു അല്ലേ? അതിലെ സംവിധായകനാണ് റേപ്പിസ്റ്റ്. അതിലെ മറ്റുള്ള ആ സിനിമയിൽ തന്നെയുള്ള നിറയെ ആൾക്കാർ എന്റെ ഓപ്പറേഷനിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ കേസിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ കൃത്യമായിട്ട് പിന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നത് ഇതിനു മുന്നേ ഇത്രയും ഒരു 20ഓളം സർവൈവേഴ്സ് മുന്നോട്ട് വരുന്നതിന് മുന്നേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോ ആദ്യമായിട്ടൊരു ബൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു ചാനലിന്. അന്ന് ഞാൻ കൊടുത്തത് ഇവിടെ സർവൈവേഴ്സിന് ശബ്ദമുണ്ടെന്ന് ഒന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. സർവൈവേഴ്സിന് ശബ്ദം, എന്തുകൊണ്ട് സർവൈവേഴ്സ് ശബ്ദിക്കുന്നില്ല, കേസ് ഫയൽ ചെയ്യുന്നില്ല? അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഹേമ കമ്മീഷനിൽ പറയപ്പെടുന്ന വ്യക്തികളൊക്കെ ഉണ്ടെന്ന് പറയുന്ന വ്യക്തികളൊക്കെ ആരോപണ വിധേയർ മാത്രമാണ്, തെറ്റുകാരല്ല എന്ന് പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കുന്നവരുണ്ടല്ലോ. അപ്പോ സർവൈവേഴ്സ് ശബ്ദിക്കണമെന്നൊന്നുമില്ല. അവര് ജീവിക്കാനോ ജീവിച്ചിരിക്കാനോ പോലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 24 മണിക്കൂർ എന്ന് പറയുന്ന 24 വർഷങ്ങൾക്ക് തുല്യമാണ് ഒരു സർവൈവറെ സംബന്ധിച്ചിടത്തോളം. അപ്പോ അതൊന്നും ഇവിടെ വന്ന ആരുടെ മുന്നിൽ അവര് സംസാരിക്കണമെന്നോ ഒന്നുമില്ല. ഇപ്പോഴും നിങ്ങൾ സർവൈവറിലേക്കാണ് തിരിക്കുന്നത്. എങ്ങനെ സർവൈവറെ അറ്റാക്ക് ചെയ്യാമെന്നുള്ളതാണ്. സമൂഹത്തിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് സർവൈവർ വരട്ടെ. എന്തുകൊണ്ട് അവള് പുറത്ത് വരുന്നില്ല? എന്തുകൊണ്ട് അവൾ അന്ന് ശബ്ദിച്ചില്ല, ഇന്ന് ശബ്ദിക്കുന്നു? എന്തുകൊണ്ട് അവൾ അന്ന് പോവിയില്ല? എന്തുകൊണ്ട് ഒച്ച എടുത്തില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇങ്ങനെ അബ്യൂസേഴ്സിനൊപ്പം നിൽക്കുന്ന അബ്യൂസേഴ്സിന് ശബ്ദിക്കാൻ മൈക്ക് കിട്ടുമ്പോ, അവര് ശബ്ദിക്കുന്നത് സമൂഹം കേൾക്കുമ്പോ, അതിൽ നിന്നും റേപ്പിസ്റ്റുകൾ ഉടലെടുക്കുമ്പോൾ അവർ സർവൈവേഴ്സിനോട് പറയുന്ന, ഈവൻ ദോ എന്നെ പോലൊരു സർവൈവറിനെ പോലും റേപ്പ് ചെയ്യുമ്പോൾ റേപ്പിസ്റ്റ് പറയുന്നത് കെട്ടിയിട്ടാൽ മാത്രമേ റേപ്പ് ആകുള്ളൂ. ഞാൻ നിന്നെ ഇപ്പൊ കെട്ടിയിടാതെയാണ് റേപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നീ എവിടെ പോയി ആരോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരും വിശ്വസിക്കുന്നുള്ളതാണ്. അത് അന്ന് പറഞ്ഞ വാക്കുകളാണതല്ലേ? അതെ. ആ ഗട്ട്സ് അതൊരു ക്ലിക്ക് ബൈറ്റ് ആക്കണമെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. കാരണം ഞാൻ പറയാൻ വരുന്ന കണ്ടന്റ് അതല്ല, എന്റെ കാര്യങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഈ ഒരു ഗട്ട്സ് ഇയാളെ പോലുള്ള ആൾക്ക് കിട്ടുന്നത് ഈ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് മാത്രമാണ്. ഇന്നലെ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെയുള്ള ആൾക്കാര് വന്ന് നിന്ന് സംസാരിക്കുന്നത് നോക്കൂ. ഞങ്ങളെ നിങ്ങൾ കാലങ്ങളായി കാണുന്നില്ലേ, ഞങ്ങളെ നിങ്ങൾക്ക് അറിയില്ലേ എന്നാണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെ നമ്മൾ. ഞാൻ ചോദിക്കട്ടെ, അതിനപ്പുറം പിന്നെ ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഇത് നടക്കുന്നില്ലേ എന്ന്. അതായത് ഇത് നടക്കുന്നുണ്ട് ഞങ്ങളുടെ മേഖലയിലും, പക്ഷെ ഇത് എല്ലാ മേഖലയിലും നടക്കുന്നില്ലേ? എന്തിനാണ് ഞങ്ങളെ മാത്രം പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് എന്നാണ്. നിസ്സാരവൽക്കരിച്ച് പോവുകയാണ് ആ വാക്കുകൾ എന്ന് തോന്നുന്നുണ്ടോ? അതിങ്ങനെയാണ് എല്ലാ മേഖലയും ഇവരുടെ മേഖലയും തമ്മിൽ ഒന്നാവുന്നത്. എല്ലാ മേഖലയും പോലെയാണോ സിനിമ ഇൻഡസ്ട്രി? കോടികൾ മറയുന്ന ഈ ഇൻഡസ്ട്രി അല്ലേ സിനിമ ഇൻഡസ്ട്രി? സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്ന സോഷ്യൽ പ്രിവിലേജും എക്കണോമിക്കൽ പ്രിവിലേജും മറ്റുള്ള മേഖലകളിൽ ഉള്ള വ്യക്തികൾക്ക് കിട്ടുന്നുണ്ടോ? സാലറി കിട്ടുന്നുണ്ടോ? ഇവിടെയുള്ള സാധാരണ മനുഷ്യർക്ക് ഇവർ ജീവിക്കുന്നത് പോലുള്ള പ്രിവിലേജുകൾ ഉണ്ടോ? ഇവരെ ഒന്ന് തൊടാൻ പറ്റുമോ ആർക്കെങ്കിലും? നോക്കൂ, കുറച്ചെങ്കിലും ബോധമുള്ള ഇന്നത്തെ കാലത്തുള്ളവരൊന്നും പബ്ലിക്കായിട്ട് പോലും പബ്ലിക് സ്പേസസിൽ പോലും ഇവരെ ഒന്ന് കണ്ടു കഴിഞ്ഞ് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ കാലാകാലങ്ങളായിട്ട് ഒരു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് പണ്ടെന്നല്ല ഇന്നും ജാതി വ്യവസ്ഥിതിയില് കീഴാണ്ടരായിട്ടുള്ള മനുഷ്യരെ അൺടച്ചബിൾ ആയിട്ട് മാറ്റി നിർത്തുമ്പോ അവര് ഉയർന്ന ജാതിയിലുള്ള ബ്രാഹ്മണരെ അവരെന്താ പറയുന്നത്? അവര് പുരോഹിതരാണെന്നാണ് പറയുന്നത്. അവരോടുള്ള ഒരു അപ്രോച്ച് പോലെ ഇവരുടെ ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ സാധാരണ ജനങ്ങൾ എന്തുകൊണ്ട് കാണുകയാണ്? അത് ആരാധനയെന്നല്ല വിളിക്കുന്നത്.
അവര് സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് അവർക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ കണ്ടാൽ മതി എന്നുള്ളത്. അല്ലാതെ എന്ത് നല്ല സിനിമ ചെയ്തിട്ടാണ് ഇവരെ നമ്മൾ കണ്ടത്? എത്ര നല്ല സിനിമകൾ മലയാളം സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട്. KG ജോർജും അരവിന്ദനും ചെയ്തിട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ പത്മരാജൻ ചെയ്തിട്ടുള്ളത് പോലെ എത്ര ഡയറക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ജോൺ ചെയ്തിട്ടുള്ളത് പോലെ, ജോൺ ഒരു സിനിമയും ചെയ്തിട്ടുള്ളത്. അല്ലാതെ എത്ര ഡയറക്ടേഴ്സ് ഇപ്പൊ ഉണ്ട്? കൂടിപ്പോയി എനിക്ക് പറയാൻ കഴിയുന്നത് ഡോൺ പാലത്ര എന്ന് പറയുന്ന ഒരു മേക്കർ ഉണ്ട് ഇപ്പോ. അദ്ദേഹത്തിനെ എനിക്ക് എടുത്ത് പറയാൻ കഴിയും. അതർവൈസ് ഞാൻ പറയുന്നത് ഇവിടെ എത്ര മേക്കേഴ്സ് ഇവിടെ ഉണ്ടെന്നാണ് എന്റെ ചോദ്യം. ഇവർക്ക് എത്രയോ സിനിമകൾ ഒരു വർഷം ഇറക്കുന്നു. ഇതൊക്കെ സിനിമ എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആണ്. എല്ലാവരും പുറത്തുള്ള സിനിമകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇവര് ചെയ്യുന്ന നായന്മാരുടെ പ്രിവിലേജ് ഉള്ള നായകൻ, ജാതിപാലുള്ള നായകൻ, സ്ത്രീകളെ പീഡിപ്പിക്കുന്ന നായകൻ, ഇതൊന്നും അല്ല സിനിമ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ പ്രിവിലേജുകളെല്ലാം വെച്ചോണ്ടിരുന്നിട്ട് സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാണ് നിങ്ങൾ എല്ലാവരെ പോലെ ഞങ്ങളെ കാണണമെന്ന്. തീർച്ചയായിട്ടും ഒരുപക്ഷെ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ലിജു കൃഷ്ണയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ ആ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും ആ സമയത്ത് ആ സിനിമയുടെ ഭാഗമായിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? ആ സമയം ഒരു വലിയ പാൻഡമിക് നടക്കുകയാണ്. അവർക്ക് അവരുടെ സിനിമ കംപ്ലീറ്റ് ചെയ്യണം, അത് ഇറക്കുന്നത് വരെ അവർക്ക് മനസ്സിലായി എന്നെ റേപ്പാണ് ചെയ്തിരിക്കുന്നതെന്നും ഞാൻ കൃത്യമായ എഡ്യൂക്കേഷൻ ഉള്ള ഒരു വുമൻ ആണെന്നും കൃത്യമായ പ്രതികരണ ശേഷിയുള്ള ഒരു വുമൻ ആണെന്നും എന്നെ കൊല്ലുന്നതിന് മുന്നേ ജീവനോടുകൂടി എന്നെ പുറത്ത് വിട്ടു കഴിഞ്ഞാല് ഞാനിത് പുറത്ത് ശബ്ദിക്കുമെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും. എനിക്ക് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറി പരിചയമില്ല. ഞാൻ പക്ഷെ കേസ് കൊടുക്കുമെന്നും ഇത് ലീഗലി ഇതിനെ നേരിടുമെന്നും അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെന്നെ 2 വർഷം ഒപ്രസ് ചെയ്തു വെച്ചു. 64 കിലോ ശരീരഭാരത്തിൽ നിന്ന് ഞാൻ 28 കിലോ ശരീരഭാരത്തിലെത്തി. ആ സമയത്ത് ആരും ഇതുമായി ബന്ധപ്പെട്ട് കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇതിനെ കുറിച്ച് ആരും ഒന്ന് പ്രതികരിക്കുക കൂടി ഇല്ലായിരുന്നോ താങ്കളോട്? അവര് നിരന്തരം എന്നെ പല രീതിയിൽ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരൊക്കെ? അവസാനമൊക്കെ ആയപ്പോ വിവാഹ വാഗ്ദാനം നൽകുന്നു, പൈസ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുന്നു, പിന്നീട് അങ്ങനെ പല 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 കാര്യങ്ങൾ നടക്കുന്നു. നോക്കൂ, ഇതൊക്കെ ഒരു പാറ്റേണാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ലിജുവിന്റെ ഭാഗത്തു നിന്നും ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ താങ്കൾക്കുണ്ടായി. അതിനപ്പുറം ഒരുപക്ഷെ ഈ കേസ് കൊടുക്കുന്നതിന് മുൻപും അതിനുശേഷവും ഇപ്പോൾ വിവാഹ വാഗ്ദാനം ചെയ്യുന്നു, പണം വാഗ്ദാനം ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അത് ഈ ലിജുവിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണോ, അതോ മറ്റാരെങ്കിലും ഈ രീതിയിൽ താങ്കളെ സമീപിച്ചിട്ടുണ്ടായിരുന്നോ? ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി, അയാളുടെ സുഹൃത്തെന്ന് തന്നെ പറയുന്നുണ്ട് ഒരു വ്യക്തിയുണ്ട്. അയാൾ പറയുന്നത് ഇവര് പറയുന്ന ഈ കേസിന് ശേഷം തന്നെ അയാളുടെ കൂടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എന്തോ പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കള് തന്നെ പുറത്തു വന്നിട്ട് ഇയാളെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, ഇയാള് സ്ത്രീകളെ അതിക്രൂരമായി ചൂഷണം ചെയ്യുന്ന വ്യക്തിയാണ്, ഇവര് 2 പേരും കൂടെ ചേർന്നാണ് ഇത്ര ചൂഷണം ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യും, പിന്നീട് മറ്റൊരാളെന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ അതിനെയൊക്കെ പ്രതിരോധിച്ചു. പക്ഷെ അയാളൊക്കെ ഈ കേസിനെ, അതായത് മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ പലരും ഇടപെട്ടു, മനസ്സിലായോ? പല തരത്തിലും എന്നെ ഒരു വുമനെ ആവുമ്പോ പെട്ടെന്ന് സമൂഹത്തിൽ പലതും പറഞ്ഞ് ഈ ഒരു കാര്യമായതുകൊണ്ട് പലതും പറഞ്ഞ് പേടിച്ചു ഒരിടത്തേക്ക് ഒപ്രസ് ചെയ്യാൻ എളുപ്പമാണ്. ഞാനപ്പോഴത്തേന് സിവിയർ ആയിട്ടുള്ള ട്രോമയിലേക്കും പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് സമൂഹത്തിൽ ആരെയും നോക്കൂ, ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്വം അല്ല ഇവിടുത്തെ ആണുങ്ങളെ നന്നാക്കുക എന്നുള്ളത്. ഇവിടെ ഒരുത്തന്മാര് നന്നാവേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരുത്തന്മാരെ നന്നാക്കേണ്ട ആവശ്യം ഇവിടുത്തെ സ്ത്രീകളുടേതല്ല, നന്നാക്കാൻ പോകുന്നതും ഇല്ല. പിന്നെ ഞങ്ങളുടെ മീഡിയാസിൽ വന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തരം റെപ്രസെന്റേഷൻ ആണ്. ഇങ്ങനെ മാത്രം ശബ്ദിച്ച് മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇനി വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി അടുത്ത ഇരയാക്കപ്പെടാൻ പോകുന്ന കുട്ടികൾ എങ്കിലും അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ഇരയാക്കപ്പെടാൻ പോകുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല.
തീർച്ചയായിട്ടും ഞാൻ ഒരു ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിപ്പോൾ നിയമ നടപടികൾ മുന്നിലേക്ക് പോവുകയല്ലേ? അതെ, നിയമപരമായിട്ട് എന്റെ കാര്യങ്ങൾ മുന്നോട്ട് തന്നെ ഈ ഒരു കാലയളവിനിടയ്ക്ക് എപ്പോഴെങ്കിലും താങ്കൾ കേസ് കൊടുത്തതിന് ശേഷം എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ഫോൺ കോളോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് ഒഴിയണം, ഒരുപക്ഷെ 2022 ലിജു അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിനൊന്നുള്ള ധൈര്യം ഉണ്ടാവില്ല. നിങ്ങൾ എന്തായി വിചാരിക്കുന്നത്? എന്റെ കേസിന് ശേഷം WCCക്കെതിരെ വന്നിരുന്നിട്ട് പ്രസ് മീറ്റിംഗ് നടത്തിയിരുന്നു. അതൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല, അത് അവന്മാർക്ക് തന്നെ അറിയാം. പക്ഷേ WCC ഒക്കെ അവന്മാരൊക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കഴിഞ്ഞ ഇത്രയും വർഷക്കാലത്തില് ഇവിടെ ഒരു മനുഷ്യൻ പോലും ഈ ഇൻഡസ്ട്രിയിലുള്ള മിസോജിനിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളോ AMMയിലുള്ള സ്ത്രീകളോ അതുപോലെ തന്നെ ഈ സൂപ്പർ സ്റ്റാറോ മെഗാസ്റ്റാറോ ഒന്നും WCC എന്നൊരു വാക്ക് ഇവിടെ ഉച്ചരിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ സൂപ്പർ സ്റ്റാർ എന്താണ് പറഞ്ഞത്? WCCയും അമ്മയെയും ഒക്കെ നിങ്ങൾ വെറുതെ വിടൂ എന്നാണ്. നോക്കൂ, WCC എന്ന് ഉച്ചരിക്കാൻ ഇപ്പൊ പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ അന്നും ഇന്നും ഇവർ ഈ സ്ത്രീകളെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ഭയപ്പെടുന്നത് എപ്പോഴാണ്? കുറ്റം ചെയ്യുമ്പോഴാണ് ഭയപ്പെടുന്നത്. ഒന്നുകിൽ കുറ്റം ചെയ്യണം, ഇല്ലെങ്കിൽ അബ്യൂസ് ചെയ്തവരുടെ ഒപ്പം നിന്നിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അബ്യൂസേഴ്സിനോടൊപ്പം അനുഭവമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്തായാലും താങ്കൾ പ്രതികരിച്ചു, ഒരുപാട് നന്ദിയുണ്ട്. കാരണം മുൻപും താങ്കൾ പറയൂ. ഞാൻ പ്രധാനമായിട്ട് ഇതൊന്നുമല്ല പറയാൻ വന്നത്. ഈ FIR ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ കുറ്റം ആര് ചെയ്തു കഴിഞ്ഞാൽ, അതായത് എന്ത് തരത്തിലുള്ള കുറ്റങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യൻ ഭരണഘടന പ്രകാരം അത് കുറ്റം തന്നെയാണ്. അത് ലീഗലി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് ഇവിടുത്തെ നിയമവ്യവസ്ഥിതി മുന്നോട്ട് അവരെ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരു സാധാരണ ഒരു അടയ്ക്ക മോഷ്ടിച്ച കേസിലോ അല്ലെങ്കിൽ കടിക്കാൻ ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ ഒരു സാധനം കട്ടെടുത്തതിന്റെ പേരിൽ വരെയുള്ള മനുഷ്യരെ അറസ്റ്റ് ചെയ്ത് അവനെ ഇടിച്ച് ഇഞ്ച പരുവാക്കുന്ന പോലീസാണ് ഇവിടെ ഉള്ളവര്. എന്റെ ചോദ്യം, ഞാനൊക്കെ കേസ് കൊടുത്തത് സാധാരണ ഒരു സ്റ്റേഷനിൽ പോയിട്ടാണ് കൊടുത്തത്. മനസ്സിലായോ? അന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് പോയത്. അതായത് നമ്മള് പോയി കേസ് കൊടുത്ത് നമ്മൾ അതിന്റെ പിന്നാലെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടൊക്കെയാണ് എല്ലാരും ചെയ്യുന്നത്. അപ്പോ ഞാൻ പറയുന്നത്, ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പം IPSകാരാണ് ഇതിലുള്ളത്, അന്വേഷണ സംഘമുണ്ട്. ഓരോ സർവകേഴ്സിനും പ്രത്യേകം മൊഴിയെടുക്കാൻ IPSകാരും അന്വേഷണ സംഘത്തിലുള്ളവരുണ്ട്. തീർച്ചയായിട്ടും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് ഇടപെടുകയാണ്. കാരണം താങ്കൾ ഇത്രയും നേരം പ്രതികരിച്ചു, ഒരുപാട് നന്ദിയുണ്ട്. താങ്കളുടെ പോരാട്ടം അത് തുടരുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ രീതിയിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് താങ്കൾ വീണ്ടും പ്രതികരിച്ചു എന്നതിനുള്ള കൃത്യമായിട്ട് ഉത്തരവും പറയുന്നുണ്ട്. പോരാട്ടം എല്ലാവരും തുടരണം, ഇനിയും വെളിപ്പെടുത്തലുകൾ മുന്നിലേക്ക് വരണം, അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നിലേക്ക് പോകണമെന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് വീണ്ടും അവർ പ്രതികരിക്കാൻ തയ്യാറാകുന്നതും. ആ വാക്കുകളെല്ലാം കേട്ടതാണ്.